ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിസ്സംഗതയും അനീതിയും ധാരാളമായി നേരിട്ടിട്ടും ഹൃദയത്തിൽ വിശ്വാസം നഷ്ടപ്പെടാത്ത വിധവയുടെ നിരന്തരമായി ചോദിക്കാനും പ്രാർത്ഥിക്കുവാനുമുള്ള സ്ഥിരോത്സാഹം ഇന്ന് കർത്താവിൽ നിന്നും നമുക്ക് സ്വന്തമാക്കാം. കർത്താവായ ദൈവം നമ്മുടെ എല്ലാ അപേക്ഷകൾ കേൾക്കുകയും നമ്മുടെ കണ്ണുനീർ ഒപ്പുകയും ചെയ്യുന്നു. അതിനാൽ വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ ആശ്രയിക്കുന്നതിൽ മടി കാണിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കരുത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനയിലും പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, അവിടുന്ന് എനിക്ക് നീതി നടത്തിത്തരും എന്ന വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കുവാൻ ഉള്ള കൃപയ്ക്കു വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. തീർച്ചയായും നമ്മോട് സ്നേഹമുള്ള നീതിമാനായ ദൈവം നമുക്ക് നീതി നടത്തിത്തരും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഇടപെട്ട് പരിഹാരം നൽകി നമ്മെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് നാളത്തെ ദിവസത്തെ നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കും. അവിടുന്ന് കരുണ തോന്നി, കൃപ തോന്നി ഈ രാത്രിയിൽ നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് ഈ രാത്രിയിൽ പരിഹാരം നൽകും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തിത്തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തിക്കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ കൃതജ്ഞതയും വിശ്വാസവും നിറഞ്ഞ ഹൃദയങ്ങളോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭൂമിയിലെ ഏതൊരു ന്യായാധിപനെയും കവിയുന്ന അങ്ങയുടെ നീതിയും അനുകമ്പയും ഞങ്ങൾ അംഗീകരിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായ കർത്താവായ ഈശോയിൽ ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിനും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്ന വാഗ്ദാനത്തിനും ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനായി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, നിസ്സംഗതയും അനീതിയും നേരിട്ടിട്ടും ഹൃദയത്തിൽ വിശ്വാസം നഷ്ടപ്പെടാത്ത വിധവയുടെ നിരന്തരമായി ചോദിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സ്ഥിരോത്സാഹം ഈ രാത്രിയിൽ ഞങ്ങൾക്കും നൽകണമേ. ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും നീ കേൾക്കുകയും ഞങ്ങളുടെ കണ്ണുനീർ കാണുകയും ചെയ്യുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും
നീതിയിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീതിമാനായ ദൈവമേ, അങ്ങയുടെ നീതിയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിച്ചു തരണമേ, ശക്തിപ്പെടുത്തി തരണമേ. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ വൈകുന്നതായി ഞങ്ങൾക്ക് തോന്നുമ്പോഴും ഞങ്ങൾ അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നതിനും പ്രതിഫലം ഇച്ഛിക്കാതെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റുന്നതിനും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവ്വനീതിയുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയുടെ നീതി ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഈ ലോകത്തിൽ മുഴുവനിലും നിലനിൽക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ നിന്നും, ഞങ്ങളുടെ അധികാരികളിൽ നിന്നും, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുമുള്ള, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നുമുള്ള അടിച്ചമർത്തലിൽ നിന്നും ദൈവമക്കൾക്ക് അവകാശമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. സർവാധിപനായ ദൈവമേ, ഞങ്ങളുടെ കഷ്ടതയിൽ നിന്നും ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. അനീതിയും അന്യായവും പ്രവർത്തിച്ചിരുന്ന, ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപനിൽ നിന്നും ദരിദ്രയായ വിധവയ്ക്ക് അങ്ങ് നീതി നടത്തിക്കൊടുത്തതുപോലെ കർത്താവെ, അന്യായം ചെയ്യുന്നവരിൽ നിന്നും അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്നും നീതിമാനായ അവിടുന്ന് ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ. അങ്ങനെ അങ്ങയുടെ സമാധാനത്തിൻ്റെയും നീതിയുടെയും ഉപകരണങ്ങളായി പ്രവർത്തിക്കാൻ ഞങ്ങളെ അവിടുന്ന് പാത്രരാക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരോടുള്ള അങ്ങയുടെ സ്നേഹത്തെയും നീതിയെയും കുറിച്ച് സംസാരിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ ശക്തിപ്പെടുത്തണമേ. നീതിയിൽ ഉപവിഷ്ടനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ഞങ്ങളുടെ നിരന്തരമായ നിലവിളികൾക്ക് അങ്ങ് മറുപടി നൽകും എന്ന അങ്ങയുടെ വാഗ്ദാനത്തെ ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ തികഞ്ഞ സമയത്തിലും മാറ്റമില്ലാത്ത സ്വഭാവത്തിലും നന്മയിലും ഞങ്ങളുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചു തരണമേ. അങ്ങയുടെ ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നതിനായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ ജീവിതം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, തളർന്നു പോയവർക്ക് ആശ്വാസം നൽകുന്ന രാത്രിയാകട്ടെ ഈ രാത്രി. രോഗപീഠകളാൽ അസ്വസ്ഥപ്പെടുന്ന, ഉറക്കമില്ലാത്ത മക്കൾക്ക് ഈ രാത്രിയിൽ സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹപ്രദമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, പരാജയഭീതിയിൽ കഴിയുന്നവർക്ക്, ഇനി എന്ത് ചെയ്യും പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക്, ദൈവമേ, ഈ രാത്രിയിൽ അവിടുന്ന് വിജയവും പ്രത്യാശയും ആണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണമേ. കർത്താവാണ് എൻ്റെ പ്രത്യാശ, കർത്താവാണ് എൻ്റെ വിജയം, കർത്താവാണ് എൻ്റെ മഹത്വം എന്ന് മനസ്സിലാക്കാൻ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തിത്തരണമേ. രാവും പകലും അങ്ങയുടെ സന്നദ്ധിയിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുനീർ അവിടുന്ന് കാണണമേ, അവിടുന്ന് അത് ഒപ്പിയെടുക്കണമേ. കർത്താവേ, നീതിമാനായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ നീതി നടത്തിത്തരണം. ഞങ്ങളത് അങ്ങയോട് ആവശ്യപ്പെടുന്നു. അനേക വർഷങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നേടിത്തരണമേ. കർത്താവേ, തകർന്നു പോയ ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബജീവിതത്തെ, വ്യക്തി ജീവിതത്തെ, ഔദ്യോഗിക ജീവിതത്തെ അവിടുന്ന് വീണ്ടും പടുത്തുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തകർന്നു പോയ ബന്ധങ്ങളെ അവിടുന്ന് സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളുടെ അഭിമാനത്തിനേറ്റ ക്ഷതങ്ങളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾക്കെല്ലാ മേഖലയിലും സംരക്ഷണം നൽകി, അനുഗ്രഹം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ. നീതിമാനായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും നീതി
ഞങ്ങൾക്ക് നൽകി, ഞങ്ങൾക്ക് ആശ്വാസം നൽകി, തളർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, തകർന്ന ജീവിതത്തെ പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും, ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടരുടെ എല്ലാ ആലോചനകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിനും ഭീഷണിയായ എല്ലാ കാര്യങ്ങളെയും, എല്ലാ വ്യക്തികളെയും ശക്തികളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നതിന് എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങൾ വന്നാലും ദൈവമേ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായാലും അത് ദൈവമാണ് ആ വ്യക്തിയെ വിജയിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ദൈവത്തിൽ കൂടുതൽ പ്രത്യാശയർപ്പിച്ച് എനിക്ക് നീതി നടത്തിത്തരുന്നത് എൻ്റെ ദൈവമാണ്, മനുഷ്യനല്ല ഞാൻ ആശ്രയിക്കുന്നത്. ആരൊക്കെ ജയിച്ചാലും ആരൊക്കെ തോറ്റാലും ഇത് എൻ്റെ ജീവിതത്തിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്, എനിക്ക് നീതി നടത്തിത്തരുന്നത്, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നത് വ്യക്തികളോ ശക്തികളോ പാർട്ടിയോ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നുമല്ല, എൻ്റെ കർത്താവാണ് എന്ന് വിശ്വസിച്ച് ദൈവത്തിൽ കൂടുതൽ അഭിമാനം കൊള്ളുന്നതിനും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് ഉവ്വ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ നന്മയ്ക്ക് മഹത്വപ്പെടുത്തുവാൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവം നമുക്ക് നേരെ വെച്ച് നീട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രാപിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരൊക്കെ നമുക്ക് ചുറ്റും എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, തോൽവിയോ വിജയമോ എന്തു തന്നെ ആയാലും കർത്താവാണ് ഇതിൻ്റെ എല്ലാം ദാതാവ്. കർത്താവാണ് എൻ്റെ ഉടയൻ. ഈ ലോകത്തെ തന്നെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നയിക്കുന്നത് കർത്താവാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ മേൽ ഭരണം നടത്തുന്നത്. അതിനാൽ തന്നെ കർത്താവാണ് സർവ മഹത്വം ആർജിക്കുന്നവൻ, കർത്താവാണ് ന്യായാധിപൻ, കർത്താവാണ് ഈ ഭൂമിയിൽ നീതി നടത്തിത്തരുന്നവൻ എന്ന വിശ്വാസത്തിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. എന്തെന്നാൽ കർത്താവിൽ ആശ്രയം വെക്കുന്നവന് ആരൊക്കെ ഭരണം നടത്തിയാലും ഇല്ലെങ്കിലും, ആരൊക്കെ വിജയിച്ചാലും തോറ്റാലും ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ രാത്രിയിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. എനിക്ക് നീതി നടത്തിത്തരുന്നവൻ, എൻ്റെ കുടുംബത്തിൻ്റെ പരിപാലകൻ, എൻ്റെ പരിപാലകൻ, എൻ്റെ രക്ഷകൻ, എൻ്റെ കർത്താവായ യേശുവാണ്. അതിനാൽ തന്നെ ഞാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കും. എൻ്റെ സുരക്ഷിതത്വം എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും വരുന്നു. അവിടുന്ന് എന്നെ പരിപാലിക്കും, അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തും. എൻ്റെ ബലഹീന അവസ്ഥയിൽ അവിടുന്ന് എനിക്ക് ബലം നൽകും എന്ന വിശ്വാസത്തോടെ ദൈവമേ, ഈ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുന്നു. അവിടുത്തെ സ്നേഹ സാന്ത്വനം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കുണ്ടാകണമേ. സുഖമായ ഉറക്കം നൽകി ഞങ്ങളുടെ എല്ലാ ഭയവും നിരാശയും കോപവും വിദ്വേഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കണമേ. ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. ആരുമില്ലാത്തവർക്ക് തുണയായ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. എല്ലാ ഭയത്തിൽ നിന്നും മോചിപ്പിക്കണമേ. ദൈവത്തിലുള്ള വിശ്വാസം കൂടുതൽ അടിയുറച്ചതാകുവാൻ, കൂടുതൽ ആഴത്തിലുള്ള വിശ്വാസമാകുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും
അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം അവിടുന്ന് എപ്പോഴും നമുക്ക് നീതി നടത്തിത്തരട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ രോഗപീഠകളിലും അസ്വസ്ഥതകളിലും അവിടുന്ന് സൗഖ്യവും വിടുതലും നൽകി, ശക്തി നൽകി, സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും മധ്യസ്ഥതയും നമുക്കെപ്പോഴും കാവലായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.